നമസ്കാരം. ഭദ്രകാളി, പ്രത്യങ്കിര, വാരാഹി. ഇന്ന് ട്രെൻഡാണ് വാരാഹി. എവർക്കും അറിയാം. അതായത് മനുഷ്യൻ എങ്ങനെയെങ്കിലും കാര്യസാധ്യം എത്രയും പെട്ടെന്ന് ലഭിക്കണം എന്നുള്ള ചിന്ത. ആ ചിന്തയെ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് കുറേ പുതിയ പുതിയ വഴികൾ. ഇത് ചിലത് പ്രാവർത്തികമാകുന്നു, ചിലത് പ്രാവർത്തികമാകുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ഭാഗ്യമില്ലെങ്കിൽ ധനം പെട്ടെന്ന് വരുവാനായിട്ട്, കാരണം പലതരം കാര്യസാധ്യമാണല്ലോ. ഒരാൾക്ക് ധനം വരണം, ഒരാൾക്ക് ലോൺ ലഭിക്കണം, ഒരാൾക്ക് ശത്രുവിനെ ഹനിക്കണം, ഒരാൾക്ക് പ്രമോഷൻ വേണം, ഒരാൾക്ക് സന്താനം വേണം, ഒരാൾക്ക് ആരോഗ്യം ലഭിക്കണം എന്നിങ്ങനെ കുറേ വിഷയങ്ങളാണ് മനുഷ്യൻ്റെ മനസ്സിൽ. അതിലേക്ക് എങ്ങനെയെങ്കിലും കാര്യസാധ്യം ആകണം എന്നുള്ളതാണ് ഇന്നത്തെ ട്രെൻഡ്. ആ ഒരു ചിന്തയെ ക്യാപിറ്റലൈസ് ചെയ്യുന്നു മറുഭാഗം. ഇന്ന് വാരാഹി ട്രെൻഡായി കഴിഞ്ഞു. ഇന്ന് കാളിയെ ആർക്കും വേണ്ട, ഇല്ലെങ്കിൽ പ്രത്യങ്കിരയെ വേണ്ട. ഇടയ്ക്ക് പ്രത്യങ്കിര ഒരു ട്രെൻഡായിട്ട് വന്നിരുന്നു. ഒരു 30-40 കൊല്ലം മുമ്പ് പ്രത്യങ്കിര ദേവിയുടെ ഹോമം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അധികം ആർക്കും അറിയില്ല പ്രത്യങ്കിര ഹോമം. അത് കുറച്ചാളുകൾ നിഷ്ഠയോടുകൂടി ഭക്തി ശ്രദ്ധാപുരസരം നിർവഹിച്ചു വന്നിരുന്നു. അമാവാസി ദിവസങ്ങളിൽ ഹവനം ചെയ്തു വന്നിരുന്നു. അത് പിന്നെ പതുക്കെ അത് ട്രെൻഡായി, പ്രത്യങ്കിര ഹോമമായി. ശത്രുബാധ എന്ന് കേട്ടാൽ തന്നെ നേരെ പ്രത്യങ്കിരയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ആ ക്ഷേത്രത്തിൽ പോകുന്നു, വഴിപാട് കഴിക്കുന്നു. നല്ലത് തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്, ഇതൊന്നും നിരാകരിക്കുന്നില്ല. പക്ഷെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ പോക്ക്, അതിനെയാണ് നാം ചിന്തിക്കുന്നത്. ഇന്ന് പ്രത്യങ്കിര പതുക്കെ സൈഡ് ലൈൻ ആക്കി. വാരാഹിക്ക് കുറച്ചുകൂടി പവറുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ വാരാഹിയുടെ ഉപാസന, അല്ലെങ്കിൽ വാരാഹി ക്ഷേത്രങ്ങളിലേക്ക് ജനങ്ങൾ പ്രവഹിക്കുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റം തീർച്ചയായിട്ടും കാലത്തിൻ്റെ ആവശ്യമാണ്. പക്ഷേ ഈ ഒരു മാറ്റങ്ങളൊക്കെ കുറിച്ച് നമ്മൾ വളരെ അധികം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് ഭദ്രകാളി പൂജ കഴിക്കണോ, വാരാഹി പൂജ കഴിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാരാഹി മതിയാവും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചു. കാരണം ഈ കാണുന്ന മീഡിയയിലെല്ലാം തന്നെ ട്രെൻഡ് സെറ്റിംഗ് ചെയ്ത് നമ്മളുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചു തരുന്നത് ആരോ കുറച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഇല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ഹാൻഡ്ലേഴ്സാണ്. അതായത് നമ്മൾ എന്ത് കാണണം എന്നുള്ളത് ഗൂഗിൾ പറഞ്ഞു തരും. നമ്മുടെ ഇഷ്ടത്തിനൊന്നും അറിയില്ല, നമുക്ക് സെർച്ച് ചെയ്യാനേ അറിയില്ല. കാരണം അടുത്ത വീഡിയോ വരുന്നത് നമ്മൾ മുമ്പ് കണ്ട വീഡിയോയുടെ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അൽഗോരിതമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു 4 മണിക്കൂർ എങ്ങനെ കളയണം എന്നുള്ളത് ഗൂഗിൾ നിശ്ചയിക്കും, യൂട്യൂബ് നിശ്ചയിക്കും, ഇൻസ്റ്റാഗ്രാം നിശ്ചയിക്കും. നമ്മൾ നിശ്ചയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സൊക്കെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ വാരാഹിക്കാണോ ശക്തി കൂടുതൽ, ഇല്ലെങ്കിൽ ഭദ്രകാളിക്കാണോ ശക്തി കൂടുതൽ, പ്രത്യങ്കിര ദേവിക്കാണോ ശക്തി കൂടുതൽ എന്നുള്ള ഒരു തർക്കം, ഇല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയം അത് ആവശ്യമില്ല. പലതരം ഭാവങ്ങളിൽ ആരാധിക്കുന്നു. ഈ ഭാവമാണ് പ്രധാനം. ദേവിയുടെ ഭദ്രകാളി എന്ന ഭാവം, പ്രത്യങ്കിര ഭാവം, വാരാഹി ഭാവം. ഓരോ ഭാവത്തിനും അതിൻ്റേതായ ക്രിയകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, മന്ത്രങ്ങളുണ്ട്. അതാത് കാര്യങ്ങളിലേക്കായിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ വാരാഹി ട്രെൻഡായ ശേഷം നമ്മൾ ഇത്രയും കാലം ഭദ്രകാളി ക്ഷേത്രത്തിൽ വിളക്ക് കത്തിച്ച് വന്നിരുന്നു, ചൊവ്വാഴ്ച തോറും വെള്ളിയാഴ്ച തോറും. പതുക്കെ അതൊക്കെ മാറി ഇനി നമുക്ക് വാരാഹിയുടെ അടുത്ത് പോവാം എന്നുള്ള ഒരു ചാഞ്ചാട്ടമായി. അങ്ങനെ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. തീർച്ചയായിട്ടും വാരാഹിയെ ഉപാസിക്കാം, പ്രത്യങ്കിര ദേവിയെ ഉപാസിക്കാം, ഭദ്രകാളിയെ ഉപാസിക്കാം. പക്ഷേ ഇന്ന് വിത്തിട്ടാൽ നാളെ കായ്ക്കും എന്നുള്ള ഒരു ചിന്ത വളരെ ഏറെ അപകടം പിടിച്ച ഒരു വിഷയമാണ്. കാരണം ഈ ആചാരങ്ങളെല്ലാം തന്നെ നിന്നു പോകാനായിട്ട് ആ ഒരു ചിന്ത മതി. ഇന്ന് അവിടെ പോയാൽ നാളെ ഉടനടി ഫലം. ഇതിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് യൂട്യൂബിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 7 ദിവസത്തിനുള്ളിൽ ഫലം ലഭിക്കും, 3 ദിവസത്തിനുള്ളിൽ ഫലം ലഭിക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ തിരികെ എന്നിങ്ങനെ പറഞ്ഞ് നമ്മളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് സോഷ്യൽ മീഡിയ. അതിൽ ജാഗ്രത പാലിക്കുക. ആയതിനാൽ എല്ലാം ദേവിയുടെ ഭാവമാണെന്നും ഭക്തി ശ്രദ്ധാപുരസരം ഭജിച്ച് മുന്നോട്ട് പോകുക. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായാം എന്നു തന്നെയാണ്. നമസ്കാരം.